ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കുറേ ദിവസമായിട്ടുണ്ട് ഇടണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ വിചാരിച്ച ഗിഫ്റ്റ് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം അതെന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് 1000 സബ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനും ചെറിയൊരു ചാനലായിട്ട് ഞാൻ വെറുതെ കുറച്ച് വീഡിയോസുകൾ ഇന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ചെറിയ വീഡിയോ എന്തെങ്കിലും കുട്ടികളുടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഞാൻ നമ്മുടെ ഷോർട്സൊക്കെ കുറച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇടാൻ അങ്ങനെയൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കും. സ്വന്തമായിട്ട് വീഡിയോസ് എടുത്തിട്ടൊക്കെ സമയം വീട്ടിലിഷ്ടം പോലെ പണികളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും അങ്ങനെ തന്നെയാവും. പക്ഷെ ഞാൻ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് റെക്കോർഡ് കൊടുത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പരിസരത്തും കൂടി ഒരുവിധ ആൾക്കാർക്കേ അറിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ ഞാനായിട്ടൊന്നും സബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇതിൽ ഞങ്ങളുടെ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അതുപോലെ ഏട്ടൻ്റെ പെങ്ങന്മാർ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഞാൻ ഈ സബ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെയുള്ള കാര്യങ്ങളിലൊക്കെ അതങ്ങനെ അവരായിട്ടും അങ്ങനെ നമ്മുടെ അച്ഛനൊക്കെ അങ്ങനെ തമ്മിൽ മാറി അവർക്ക് സബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് 1 വർഷമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് മൂണിയായിട്ടില്ല. പക്ഷെ എന്നാലും വേണ്ടില്ല, എനിക്കെൻ്റെ 1000 സബ് ആവണേന് മുന്നേ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. തുടക്കത്തിൽ അനുമോളൊക്കെ വീഡിയോസ് എടുക്കാനൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പഠിക്കേണ്ട തിരക്കും കാര്യങ്ങളായപ്പോൾ അവൾ ഒന്ന് പിന്നിലേക്ക് വലിഞ്ഞതാണ് കേട്ടോ. വീഡിയോസിൽ വരും എന്നല്ലാണ്ട് ഇതിനായിട്ട് നിൽക്കലില്ല. ഞാൻ തന്നെയാണ് ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കാറ് കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ ഞങ്ങളുടെ അതിലുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാൾ ആളെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് പരിചയമില്ല. പക്ഷേ ആ ആൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. മിഠായി ഒക്കെ ഉണ്ട് കേട്ടോ. മിഠായി ഫ്രിഡ്ജിലിരിക്കുകയാണ്. കുറേ മിഠായി അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി നോട്ട് ബുക്കുകൾ 20 എണ്ണം കേട്ടോ അയച്ചു തന്നിട്ടുള്ളത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരു കാര്യത്തിൽപ്പെട്ട ഒരു സംഭവം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആളോട് പ്രത്യേകിച്ച് ഞങ്ങൾ താങ്ക്സ് പറയുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത, അല്ലെങ്കിൽ വലിയൊരു ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടൊന്നല്ല കേട്ടോ. നമ്മുടെയും കൊണ്ട് പറ്റുന്ന വീഡിയോസുകൾ ഇടുന്നു. പിന്നെ നമുക്ക് എന്താണോ കഴിയുന്നത് വെച്ചാൽ അത് ചെയ്യും. പിന്നെ മക്കൾ ഇടയ്ക്കൊക്കെ വീഡിയോസിൽ വരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ. പിന്നെ കുക്കിംഗ് ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്. അതിലൂടെ നമ്മൾ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇടാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ഈ ഒരാൾ ഇതിൽ ഇത്രയും ഞങ്ങൾ 1 വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരാളാണ് ഞങ്ങൾക്ക് ഇതുപോലൊരു ഇത് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര സന്തോഷം. 500ൻ്റെ പുറത്തേ കടന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് പറയുമ്പോൾ ഒരാൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, വലിയ സംഭവമാണ്, ഈ പുസ്തകമാണോ അയച്ചു തന്ന്, അല്ലെങ്കിൽ നമുക്ക് അവരെ എന്താണോ നമുക്ക് അയച്ചു തരുന്ന വെച്ചാൽ അത് നമുക്ക് വലിയൊരു സംഭവമാണ്. നമുക്കൊരു ഗിഫ്റ്റ് ഒരാൾ അയച്ചു തരുന്ന വെച്ചാൽ അതൊരു മിഠായി ആണെങ്കിൽ പോലും അത് ഭയങ്കര സന്തോഷം. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. ഞാനത് പറയാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇടാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയൊരു ഗിഫ്റ്റാണ് ഇത് മാത്രമല്ല കേട്ടോ. 20 പുസ്തകമുണ്ട്, പിന്നെ മിഠായി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം, ഞങ്ങളുടേതായ വീഡിയോ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു സമ്മാനമാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഈ പരിസരത്തുള്ളവർക്ക് അന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെയും കുറ്റം പറയില്ല. നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മളൊരാളെ നമ്മൾ കുറ്റമായിട്ട് പറയാൻ പാടില്ല. എൻ്റെ ഒരു തോന്നലിൽ ഞാൻ എങ്ങനെ അറിയാം, ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യണത് ഇഷ്ടമുള്ളവരും ഇപ്പോൾ ചെയ്യണത് നമ്മൾ ചെയ്യുമ്പോൾ അവളിപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ എന്താ കിട്ടുക, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ചെയ്താൽ ഉണ്ടാവുക എന്നുള്ള പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അവരെ കുറ്റം പറയണില്ല, അതറിയാത്തതുകൊണ്ട് പറയണതാവും. പിന്നെ വേറൊരു കാര്യം, നമ്മളിത് ചെയ്യണത് പറഞ്ഞാൽ നമ്മളൊരാളെ ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു ദ്രോഹമായിട്ട് ചെയ്യണില്ല. നമ്മളൊരു വീഡിയോസ് ഇടുന്നു, അത് ഇഷ്ടപ്പെടുന്നവർ കാണുന്നു, സബ് ചെയ്യണു, അങ്ങനെ മാത്രം. പക്ഷെ നമ്മൾ ഇപ്പോൾ ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ഇഷ്ടമല്ലേ,
പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് നമ്മുടെ ഏട്ടന് നമ്മുടെ ഫാമിലി ഉള്ളവർക്കൊക്കെ സപ്പോർട്ടാണ്. പിന്നെ ഏട്ടനൊരു എതിർപ്പുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങില്ല. പക്ഷേ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആൾ അല്ലാണ്ട് വീഡിയോസിൽ വരാറില്ല. ഏട്ടന് വീഡിയോസിൽ അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ കാണാണ്ട വീഡിയോ എടുക്കുക എന്നല്ലാണ്ട് ഏട്ടൻ വരാറില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഏട്ടനെ ഞാൻ എടുക്കാറുമുണ്ട്, കാണാണ്ടൊക്കെ വീഡിയോ എടുക്കും. പിന്നെ ഏട്ടൻ കൃഷി ചെയ്യണതിലൊക്കെ ആണെങ്കിൽ ആളെ പെടുത്തണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒഴിവ് സമയങ്ങളിലൊക്കെ കിട്ടുമ്പോഴാണ് വീഡിയോസ് ഇടാറ്. പിന്നെ ഞങ്ങളെ വീട് പണി തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ വീഡിയോസുകൾ എടുത്ത് ഇടാറുണ്ട് കേട്ടോ. ഇപ്പം അധികം ഞാൻ കോമഡി നമ്മുടെ ഷോർട്സിൽ വീഡിയോസ് കോമഡി അങ്ങനെയുള്ളതൊക്കെ ആയിട്ടാണ് ചെയ്യാറ്. സമയം കിട്ടില്ലെങ്കിൽ അപ്പോൾ അത് അങ്ങനെയുള്ള വീഡിയോസ് ഇടും കേട്ടോ. പിന്നെ കൂടുതൽ പറയാനുള്ളത് കാരണം നമ്മളതിൽ സബ് ചെയ്ത എല്ലാവരോടും സന്തോഷത്തോടെ പറയുന്നു. നമ്മളൊരു ഗിഫ്റ്റ് തന്നു വിചാരിച്ചിട്ട് നമുക്ക് അതൊരു ചെറിയ ഗിഫ്റ്റായിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എനിക്ക് വലിയ ഗിഫ്റ്റായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ആളെ മുഹമ്മദ് എന്നാണ് ആളുടെ പേര്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആൾ അയച്ച് തന്നപ്പോൾ. അപ്പം ഞാൻ എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഈ വീഡിയോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ചെറിയൊരു സബ് കിട്ടിയതിൽ വലിയൊരു സന്തോഷമാണ്, ഒരു ഗിഫ്റ്റ്. സത്യം പറഞ്ഞാൽ പുസ്തകം ചില ആൾക്കാർ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കും പുസ്തകമാണോ അല്ലെങ്കിൽ പുസ്തകത്തിനാണത്ര വലിയ ഇതായിട്ട് സമ്മാനം എന്നൊക്കെ വിചാരിച്ചിട്ട് പറയണമെന്ന് വിചാരിക്കും. പക്ഷെ ഞങ്ങൾക്കിത് വലുതാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷം ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതിലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ സന്തോഷമായി കേട്ടോ. പിന്നെ കൊളാബും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഞങ്ങൾ ഇനിയും വീഡിയോ ഇടും. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും മുന്നോട്ട് നിങ്ങൾ സബ് ചെയ്യണ എല്ലാവരും സബ് ചെയ്യണ നിങ്ങളുടേതായ ഇത് ഉണ്ടാവുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരോടും. പിന്നെ ഞാൻ ലൈവ് എടുക്കാറുണ്ട്. ലൈവ് എടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ ഇത് ലെങ്തായി പോകുന്നുണ്ട് കേട്ടോ വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് സന്തോഷം കാരണമായിട്ട് പറയും. ഉണ്ണീസും അനിമോളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അവരെ വിളിക്കാതെ കേട്ടോ. അവരാണെങ്കിൽ ഒരു ബഹളാവും. അതുകൊണ്ടാണ് ഞാൻ മാത്രമായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും ബൈ.